ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് അവരുടെ നാവിൽ നിന്ന് അല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, സ്വല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ നാവ് ദിക്റിനാൽ പച്ചയായി നിന്നു. കിതാബ് ഇങ്ങനെ ഓതിക്കൊടുക്കാം, തഹജ്ജുദ് നിസ്കരിക്കാം, ദുഹാ നിസ്കരിക്കാം, സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതുക. എന്താണ് അവരുടെയൊക്കെ ഒരു ജീവിതം? എന്തിനു പറയണേ? നിങ്ങൾക്ക് നിങ്ങളെ നാട്ടുകാരനാണ് ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദ്. ഞാൻ സുലൈമാ ഉസ്താദിന്റെ കൂടെ 2 പ്രാവശ്യം ഹജ്ജിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ ഞങ്ങളൊപ്പം ചീഫ് അമീറായിട്ടുണ്ടായി. 2ാമത്തെ പ്രാവശ്യം ഈ പ്രാവശ്യം പോരുമ്പോ ചീഫ് അമീറായി പറഞ്ഞപ്പോ ഞാൻ ഓരോ ഉണ്ടായിക്കോളാം, ഇങ്ങനെ ഒരു താഴ്മയാണ്. സുബ്ഹാനല്ലാഹ്, പ്രായമായിപ്പോ കുറച്ച് ക്ഷീണായി. ഈ പ്രായവും ക്ഷീണമൊന്നും മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും 33 ദിവസം ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അല്ലാഹു റബ്ബി എല്ലാ തവാഫും നടന്നു ചെയ്തു, സഅയ് ചെയ്തു. 5 ഉംറ, അതോ ഇനി 6ഓന്ന് എനിക്ക് സംശയമാണ്, റാഹത്തായിട്ട് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ചില സമയത്തൊക്കെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് വല്ലാതെ പ്രയാസമായിട്ട് വേണം നടക്കാൻ. അറഫയിൽ നിന്ന് മിനയിലേക്ക് വരുന്ന യാത്രയൊക്കെ ഒരു വല്ലാത്ത യാത്രയാണ്. ആ സമയത്തടക്കം മഗ്‌രിബാണ് നിസ്കരിച്ചാൽ സലാത്തുൽ അവ്വാബീൻ മുടങ്ങാതെ നിന്ന് നിസ്കരിക്കണം. എനിക്ക് ഉസ്താദ് അവർകളെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്, അവിടുത്തെ നാവ് കൊണ്ട് അള്ള പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. അതാണ് അവരെ നാവിന്റെ പരിശുദ്ധി. ആ നാവ് കൊണ്ട് ഒന്ന് മന്ദിരിച്ചൂതി തന്നാൽ, ആ നാവ് കൊണ്ട് ഒരു ഇൽമ് പറഞ്ഞു കൊടുത്താൽ, ആ നാവ് കൊണ്ടൊന്ന് ദുആ ചെയ്താൽ, അതാണ് ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നത്. എത്രായിരം ശിഷ്യന്മാരാണ്. ബഹറുൽ ഉലൂം ഷെയ്ഖുന ഓക്കെ ഉസ്താദ് അവർക്ക് എത്ര ശിഷ്യന്മാരുണ്ട്. അതിൽ എന്റെ സുലൈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചേറ്റിയ ശിഷ്യന്മാരിൽപ്പെട്ട മഹാനാണ് റഈസുൽ ഉലമാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നത അധ്യക്ഷ പദവിയിലിരിക്കുന്ന മഹാനവർകൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരിൽ നിന്നൊക്കെ പഠിക്കണം, അവരെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കണം. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. അല്ലാഹു റബ്ബി, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും നിൽക്കരുത്. AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ 10,000 മദ്രസ, 4,500 ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, സുബ്ഹാനല്ലാഹ്, 2,000-ഓളം വരുന്ന ദഅവാ കോളേജുകൾ, 100 ഏക്കറിൽ, 60 ഏക്കറിൽ, 10 ഏക്കറിൽ, 2 ഏക്കറിൽ, 10 സെന്റില്, ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് ദഅവാ കോളേജുകൾ. 100 കുട്ടികൾ പഠിക്കണത്, 200 കുട്ടികൾ പഠിക്കണത്, 6,000 കുട്ടികൾ പഠിക്കണത്, 40,000 കുട്ടികൾ പഠിക്കണത്, ഇങ്ങനെ കേട്ട് ചെറുതും വലുതും. അങ്ങ് മഞ്ചേശ്വരത്തിന്റെ നമ്മളെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടെ മദ്ഹർ, അവിടുന്ന് തുടങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് മുഹിമ്മാത്ത്, അവിടുന്ന് ബാങ്ക് കൊടുത്താൽ കേൾക്കണത് ദൂരത്ത് സഅദിയ, അങ്ങനെ ഈ മലപ്പുറം ജില്ലയിൽ കൂടെ അങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്തെത്തിയ ലാസ്റ്റ് കളിയക്കാവുകളെത്തും. അതേതാ കേരളത്തിന്റെ അതിർത്തിയാണ്. ഇവിടെ മുഴുവനും സ്ഥാപനങ്ങൾ. കണ്ണുങ്ങള് സുന്നത്ത് ജമാഅത്താകുന്ന ദീനിനെ മുറുകെ പിടിച്ച് നമുക്കൊക്കെ അവരെ പിന്നിൽ പോണം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് രാവിലെ സുബ്ഹി നിസ്കരിച്ചിട്ട് ബുഖാരി ദർസാണ് തുടങ്ങുമ്പോൾ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല റസൂലുള്ളാഹി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല റസൂലുള്ളാഹി. ഉസ്താദ് ഖാല റസൂലുള്ളാഹി പറയുമ്പോൾ ഉസ്താദിന്റെ നാവ് കൊണ്ട് റസൂലുള്ളാഹി പറയുമ്പോഴേക്ക് അത് ഏറ്റെടുക്കാൻ നിൽക്കുന്ന ശിഷ്യന്മാര് നേരെ മുന്നിൽ 700 മുത്തഅല്ലിമീങ്ങളുണ്ട് പഠിക്കണം. അത് ഓൺലൈൻ ക്ലാസ്സിൽ ലോകത്തിന്റെ നാനാ ഭാഗത്ത് കേൾക്കുന്നുണ്ട്. അവരൊക്കെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹി നിസ്കരിച്ചിട്ട് രാവിലെ 9 മണിയാകുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത്
നമ്മളെ നാട്ടിലെ മുദരിസുമാര് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാ ഉസ്താദ് ഒതുക്കങ്ങൽ കോളേജിൽ ദർസ് നടത്താണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി, ആ ഖാല റസൂലുള്ളാഹിയാണ് പറയുമ്പോഴേക്ക് കൂടിയിരിക്കുന്ന കുട്ടികൾ മുഴുവനും സ്വല്ലല്ലാഹ്, മലക്കുകൾ സ്വല്ലല്ലാഹ്, ലക്ഷക്കണക്കിന് സ്വലാത്ത്. സൂര്യൻ ഉദിച്ച് മധ്യത്തിലെത്തുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് സ്വലാത്ത് കേരളത്തിൽ നിന്ന് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ഹദറത്തിലേക്ക് എത്തിക്കുന്ന വാസിത്തകളാണ് നമ്മുടെ ഈ മഹാന്മാരായ ഉസ്താദുമാര്. അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുക, ഇല്ലേ അവഗണിക്കാൻ നിൽക്കരുതേ. അവരൊക്കെ നാവുകൊണ്ട് ഒരു ദിവസം ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്നത് എത്ര സ്വലാത്തുകളാണ്, എത്ര ദിക്റുകളാണ്. ഓർക്കണം, നമ്മൾ മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ബഹറുൽ ഉലൂമിനെ കുറിച്ചൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കേൾക്കും മറ്റൊക്കെ ചെയ്ത സ്ഥലമായതുകൊണ്ട് ഞാൻ മറ്റു ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, നിർത്തുകയാണ്. നമ്മുടെ എത്രയോ വലിയ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദ് ഞങ്ങൾ കൂടി ഹജ്ജിന് പോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹജ്ജിന് ഞങ്ങള് അറഫീന്നൊക്കെയാണ് തിരിച്ചു പോരാ. അറഫീന്ന് തിരിച്ചു പോരാ. തിരിച്ചു പോരുമ്പോ അറഫീന്ന് സുലൈമാ ഉസ്താദ് ചോദിച്ചു, നമുക്ക് നടന്നാലോ ചോദിച്ചു. ഉസ്താദിന് നടക്കണം. എവിടുന്ന്? അറഫീന്ന് നടക്കണം, അങ്ങോട്ട് മക്കത്തേക്ക് നടക്കണം. നടക്കാൻ പൂജയായോ. അവസാനം അറഫ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെവിടെത്തി? മുസ്ദലിഫയിലെത്തി. മുസ്ദലിഫയിലെത്തി നോക്കുമ്പോ ബസ്സൊക്കെയാണ് പോയി. ഇനി നടക്കന്നെ വയ്യുള്ളൂ, ഇനി നടക്കന്നെ വയ്യുള്ളൂ. അപ്പൊ ബഹുമാനപ്പെട്ടവർ നടക്കാനാണ് ഒരുങ്ങി നോക്കുമ്പോ റഈസുൽ ഉലമക്ക് ഇങ്ങനത്തെ ഒരു സന്തോഷം വരാനില്ല. നടക്കാൻ ചാൻസ് കിട്ടിയപ്പോ ഞാൻ അനുഭവിച്ചതാണ്. അല്ലാഹു റബ്ബി വലിയ താല്പര്യത്തിൽ നടന്നിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഇവിടേക്ക് മിനയിലെ കല്ലേറിന് എന്ത് റാഹത്തിലാണ് നടക്കുന്നത്. ഞാൻ നടന്നിട്ട് ഒപ്പത്തണില്ല, അത്ര നല്ല റാഹത്തിൽ. മഹാന്മാർക്ക് ഈമാനികമായ ലദ്ദത്ത് വരുമ്പോൾ അവർക്കൊരു പ്രത്യേക അവസ്ഥ വരികയാണ്. അല്ലാഹുവേ, അവരോടൊപ്പം ആ ഈമാനിക ലദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്.